ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വർക്കിന് പോവാണ്. ആളുടെ നിക്കാഹ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. കോതങ്കലത്താണ് നമുക്ക് വർക്ക്. ഇപ്പം ഏകദേശം കോതങ്കൽ എത്താറായിട്ടുണ്ട്. ഇന്നിപ്പോൾ കർക്കിടക വാവ് ആയതുകൊണ്ട് അവധി ദിവസമാണെന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. ഇതാ നമ്മൾ കോതമംഗലം ടൗണിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടൗണിൻ്റെ രാവിലത്തെ അവസ്ഥ. ഒത്തിരി വണ്ടികളൊന്നുമില്ല, കുറച്ച് വണ്ടികളൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ പോകുന്ന എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോതമംഗലം കഴിഞ്ഞിട്ട് പൈമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ വീഡിയോ ഞാനൊരു ട്യൂട്ടോറിയൽ പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ ഫുൾ വീഡിയോ ഞാൻ തന്നെയൊക്കെയാണ് എടുത്തേക്കണം, അപ്പോൾ അതിൻ്റേതായ കുറവുകളും ഇതിലുണ്ട് കേട്ടോ, അത് നിങ്ങൾ ക്ഷമിക്കുക. ഇതിപ്പോൾ നമ്മൾ പൈമറ്റത്ത് നിന്ന് ബ്രൈഡിൻ്റെ ലൊക്കേഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ബ്രൈഡിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ഐ തിങ്ക് ഈ കാണുന്നതാണ് ബ്രൈഡിൻ്റെ വീട്. ആൻഡ് ദിസ് ഈസ് അവർ ബ്രൈഡ് റാഷിദ. ആള് കുളിച്ചിട്ട് ഹെയറൊക്കെ നല്ലോണം വെറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എപ്പോഴും ചെയ്യുന്നത് ക്രിമ്പിംഗ് ആണ്. അപ്പോൾ ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് ക്രിമ്പിംഗ് ചെയ്യാൻ. ആളുടെ ഒരു ഓഫ് വൈറ്റ് ഔട്ട്ഫിറ്റാണ്, ഗൗണാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മെറൂൺ കളറ് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ആൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് റെഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബ്രൈഡായിരുന്നു കേട്ടോ. ആൾ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്തതും എൻ്റെ ഒരു സജഷൻ വെച്ചിട്ട് തന്നെയാണ്. ആൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഓർണമെൻറ്റ്സ് എടുത്തിരിക്കുന്നത്. ഹെയർ സ്റ്റൈൽ നമ്മൾ ഓപ്പൺ ഹെയർ സ്റ്റൈൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആൾക്ക് എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അപ്പോൾ ആളുടെ ഓൺ ഹെയർ വെച്ചിട്ട് തന്നെയാട്ടോ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിതാ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇയർ ടു ഇയർ പോർഷൻ മാത്രമാണ് കേട്ടോ ക്രിമ്പ് ചെയ്യുന്നത്. ബാക്കി ബാക്കോട്ട് വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ കവർ ആവും. ദുപ്പട്ട വന്ന് സെറ്റ് ആവുമ്പോൾ അത് നമ്മൾ ക്രിമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്ക മുസ്ലിം ബ്രൈഡ്സിനും നമ്മൾ ഇയർ ടു ഇയർ തന്നെയാണ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെൻസ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ബ്രൈഡ് സ്പെക്സ് വെക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആളുടെ പവേർഡ് ലെൻസാണ് നമ്മൾ വെക്കുന്നത്. കളർ ലെൻസ് അല്ല കേട്ടോ, ട്രാൻസ്പെറൻറ്റ് ലെൻസ് തന്നെ ആൾ ചൂസ് ചെയ്തേക്കണത്. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊരു കൺസീലർ വെച്ചിട്ട് ഒരു കവറേജ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ടു ഫേസിൻ്റെ കൺസീലറാണ് കേട്ടോ. റാഷിദയുടെ സ്മോൾ ഐസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിനിമൽ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഹൈലൈറ്റഡ് ഐ മേക്കപ്പ് ചെയ്താലും ഫസ്റ്റ് ഓഫ് ഓൾ ആൾ കണ്ണോർക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതുമാത്രമല്ല നമ്മൾ ഡാർക്കർ ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കണ്ണോർക്കുമ്പോൾ കുറച്ചും കൂടി കുഞ്ഞ് ഐസായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഐസിൽ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിനിമൽ ഐ മേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ ഈ ഐ ബേസ് നല്ലോണം ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ കളേഴ്സ് സ്പ്രെഡായിട്ട് വരില്ല. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്രൈഡ് ത്രെഡ് ചെയ്തിട്ടില്ല, ഐബ്രോസ് കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഐബ്രോയിലിട്ട് പണിത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്കിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് അത് നമ്മൾ എൻഡിൽ നിന്നാണ് എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അത് ഞാൻ ബാലൻസ് നമ്മുടെ ബ്രഷ് കൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഫ്രണ്ടിലേ നമ്മൾ ബ്ലാക്ക് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ആർട്ടിഫിഷ്യൽ ലുക്കിലായിരിക്കും വരിക. ഞാൻ എപ്പോഴും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്സ് വെച്ചിട്ടാട്ടോ ഐബ്രോസ് ഫില്ല് ചെയ്യാറ്. ബ്ലാക്ക് ഞാൻ ചില ബ്രൈഡ്സിൻ്റെ ഇവിടെ ചെറുപ്പത്തിൽ വെട്ട് എന്തെങ്കിലും വീണിട്ടൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് വരും, അങ്ങനെയുള്ളിടത്ത് മാത്രമാണ് ഞാൻ മാക്സിമം ബ്ലാക്ക് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ബ്രൗൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്കിൽ തന്നെ ഐബ്രോസ് കിട്ടും. ഇതിപ്പോൾ ആൾ ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഫുൾ ലുക്കിൽ സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ യൂസ് ചെയ്ത സെയിം കൺസീലർ തന്നെ വെച്ചിട്ടാണ് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ടൈമിൽ എവിടെയെങ്കിലും കുറച്ച് കയറി ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്റ്റെപ്പിൽ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഐബ്രോസ് കിട്ടിയേനെ. പക്ഷെ ഇതിപ്പോൾ ത്രെഡ് ചെയ്യാത്തതുകൊണ്ടാണ് ആ കറക്റ്റ് ഷേപ്പിലേക്ക് കിട്ടാത്തത് കേട്ടോ. നമ്മൾ ഈ കറക്റ്റ് ചെയ്യുന്ന ഐബ്രോസും അപ്പം തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അപ്പർ പോർഷനിൽ ചെയ്ത പോലെ തന്നെ താഴെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഐബ്രോസും ഒരേപോലെ തന്നെ ആയിരിക്കണം. അതിൻ്റെ ഷേപ്പ് രണ്ടും രണ്ട് രീതിക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ.
വളരെ കുറച്ച് കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ ഇട്ട കൺസീലർ ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ചിലവർ ഈ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫുൾ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. എനിക്കിങ്ങനെ ചെയ്യണതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇനി നമ്മളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ക്രീസ് ലൈനിലൊക്കെ ഒന്ന് ഷാഡോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്രീസ് ലൈനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഐബ്രോസിൻ്റെ അങ്ങോട്ടേക്ക് കയറാതെ നോക്കണം. എന്നിട്ട് ഈ ഷാഡോസ് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന ആ ഭാഗത്ത്, അത്രയും ഭാഗത്താണ് നമ്മുടെ ഐ മേക്കപ്പ് നിൽക്കാവുള്ളൂ. അതിലും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് അത്ര രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഐബ്രോസിന് മുകളിൽ ഇങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ, എന്നാലാണ് ആ കളറ് കറക്റ്റായിട്ട് സ്പ്രെഡ് ആവുള്ളൂ. ഏത് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ക്രീസ് ലൈനിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മളൊരു പിങ്കിഷ് ആയതുകൊണ്ട് ലൈറ്റ് പിങ്ക് കൊടുത്തു. ഇപ്പം നിങ്ങളൊരു സ്മോക്കി ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് നമ്മൾ ഈ ക്രീസ് ലൈനിലേക്ക് കൊടുക്കാവുള്ളൂ. അവിടെ ഭയങ്കര ഡാർക്കായിട്ടിരുന്നാൽ വൃത്തികേടാവും. ഇപ്പം ലൈറ്റ് പിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ഔട്ടർ കോർണറിൽ കൊടുക്കുകയാണ് കേട്ടോ. ഈ ബ്രൈഡിന് ഞാൻ ഐ ലൈൻ ചെയ്യേണ്ടതെന്നാണ് വിചാരിക്കണം. അതിന് പകരം ഒരു ഡാർക്ക് ഐ ഷാഡോ വെച്ചിട്ട് നമ്മൾ ഐ ലൈനർ ഇടുന്ന ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആളുടെ ഐസ് മാക്സിമം ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു ഐ മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഈ സ്മോൾ ഐസ് ഉള്ളവർക്ക് ഐ ലൈൻ ചെയ്താൽ ചില ടൈമിൽ അവർക്ക് ഈ മോളിലത്തെ പോർഷൻ ഈ ക്രീസ് ലൈൻ്റെ അങ്ങോട്ടേക്ക് അത് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഈ സ്കെച്ച് ലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പ്രെഡിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഈ ജെൽ ലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും അങ്ങനത്തെ പ്രോബ്ലംസ് വരിക. പിന്നെ നമ്മൾ ഈ കളേർഡ് ലെൻസസ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബ്രൈഡ്സിൻ്റെ ഐസ് കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് കിട്ടും. സ്മോൾ ഐസ് ഉള്ളവർക്കൊക്കെ കളേർഡ് ലെൻസ് വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയാവട്ടെ. ഇതിപ്പോൾ ആളുടെ പവർ ലെൻസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മളൊരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാണ്. ഒരു കോപ്പർ ഷെയ്ഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലിറ്റേഴ്സ് ഞാനെപ്പോഴും നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. നമ്മൾ ബ്രഷിൽ അപ്ലൈ ചെയ്യണേക്കാളും കുറച്ചും കൂടി പിഗ്മെൻറ്റേഷൻ കിട്ടുന്നത് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ലാഷസ് ഫിക്സ് ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യണത് യൂറോ പാരിസിൻ്റെ ലാഷസ് ആണ്. നമ്പർ വരുന്നത് 54 ആണ്. 54 ഏറ്റവും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണ ഒരു ലാഷസ് ആണ് കേട്ടോ. ചെറിയ ഐസിനൊക്കെ 54 തന്നെയാണ് നല്ലത്. ചില ആളുകൾ ലാഷസ് ഫിക്സ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് അത് ഓരോ എൻഡിൽ നിന്ന് പറഞ്ഞു പോകുന്നു എന്ന് കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബ്രൈഡ്സിന് അങ്ങനെ പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടില്ല. ലാഷസ് പ്രോപ്പറായിട്ട് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ ആ ഗ്ലൂ ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഫിക്സ് ആവും. മാത്രമല്ല അത് ഫുള്ള് ഡ്രൈ ഔട്ടായി കഴിഞ്ഞിട്ട് മാത്രമാണ് ബ്രൈഡിനെയും കൊണ്ട് കണ്ണ് ഓപ്പൺ ചെയ്യിക്കാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലോണം ഫിക്സ് ആവും. നമ്മൾ ഫിക്സ് ആവണതിന് മുന്നേ അവർ കണ്ണ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ എൻഡ് ശരിക്ക് പ്രോപ്പറായിട്ട് ഒട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഈ പറയുന്ന ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് ലാഷസ് പൊങ്ങി നിൽക്കുന്നു എന്ന് പ്രോബ്ലംസ് ഒക്കെ പറയുന്നത്. ഈ ലാഷസ് ഇങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ ക്യാമറാമാൻ ക്ലോസ് ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര ഒരു വൃത്തികേടായിട്ട് നിൽക്കും. അത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ലാഷസ് പ്രോപ്പറായിട്ട് ഫിക്സ് ആവും. ലാഷസ് വെച്ചതിൻ്റെ ഭാഗത്തൊരു എംറ്റി ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ മാത്രം ഒന്ന് ഡാർക്ക് ചെയ്യുന്നതാണ്. അതല്ലാതെ ബ്രൈഡിന് നമ്മൾ ഐ ലൈൻ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ലാഷസിൻ്റെ എൻഡ് ഒന്ന് ഡാർക്കൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസ്കാരയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും എൻഡിലാണ്. ഇപ്പോൾ നമ്മൾ ടോണർ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിറോ ആണ്. ഇതിപ്പോൾ ലാനേജിൻ്റെ ഒരു സിറോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടോണർ യൂസ് ചെയ്തത് PACൻ്റെ ഗ്ലോ ടോണറാണ് കേട്ടോ. ഈ സ്കിൻ പ്രെപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും കുറച്ച് ടൈം ഗ്യാപ്പ് എടുക്കണം കേട്ടോ. അതൊന്ന് ഡ്രൈ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ സ്കിൻ പ്രെപ്പിങ് കറക്റ്റ് ആവില്ല. അത് മേക്കപ്പിൻ്റെ ലാസ്റ്റിങ്ങിനെയും ബാധിക്കും. പിന്നെ ഒരു ഫ്ലോലെസ് ഫിനിഷ് ഇട്ടണമെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതൊന്ന് അബ്സോർബ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ എംബ്രിയോലിസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. എംബ്രിയോലിസിൻ്റെ മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ എക്സ്ട്രാ ഒരു പ്രൈമറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. 1 സൈസിൻ്റെ പ്രൈമർ. നമ്മുടെ ബ്രൈഡിൻ്റെ ഓഡിറ്റോറിയം AC ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 1 സൈസിൻ്റെ പ്രൈമറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിനി ഫേസിൽ കറക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ആൾക്ക് ഫേസിൽ വലിയ കറക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് അണ്ടർ ഐയിൽ എന്തായാലും കറക്ഷൻ വേണ്ടി വരും. ഒരു 99% ബ്രൈഡ്സിനും അണ്ടർ ഐയും മൗത്ത് ഏരിയയും എന്തായാലും ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനിയുള്ള നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഒരു നാച്ചുറൽ ഫിനിഷിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലെസ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്താൽ മതി. ലെസ് ഈസ് മോർ എന്നാണല്ലോ പറയാറ്. എപ്പോഴും നമ്മൾ ലെസ് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ആ ഒരു പക്ക ഫിനിഷിൽ വരിക. പിന്നെ നമ്മൾ കൺസീലർ, ഫൗണ്ടേഷൻ, കോണ്ടൂർ ആ ഒരു സ്റ്റെപ്പുകളിലൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ഔട്ട് ആവണതിന് മുന്നേ അപ്പം തന്നെ നമ്മൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നേരെ ഫൗണ്ടേഷൻ അപ്ലൈ ആണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യണ ഫൗണ്ടേഷൻ നാസിൻ്റെ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ്. പഞ്ചാബും സ്റ്റോൺ ബോളിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ആൾക്ക് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഹാഫ് പോർഷനിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പുറത്തെ പോർഷനിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രൈഡിൻ്റെ നെക്കും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നെക്കും ഫേസും വേറെ വേറെ ഷെയ്ഡിലേക്കും. അതുകൊണ്ട് ഒത്തിരി ഷെയ്ഡ് മാറ്റി ഫെയർ ഷെയ്ഡിലേക്ക് നമ്മൾ പോരുത്. അവർക്ക് മാച്ച് ആയിട്ടുള്ള വേണമെങ്കിൽ ഒരു 1 ഷെയ്ഡ് ബ്രൈറ്റർ കൊടുത്താലും കുഴപ്പമില്ല. ഒത്തിരി ബ്രൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം എല്ലാവർക്കും സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണല്ലോ ഇഷ്ടം. ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് കൊടുത്തെന്ന് വെച്ചാൽ സാരില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഫേസിലെ ഒരു ഡൾനെസ് എന്ന് പറഞ്ഞാൽ ടാനും അതൊക്കെ വന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ചെയ്ത് കൊടുക്കാന്നല്ലാതെ ഒത്തിരി ബ്രൈറ്റർ ഷെയ്ഡിലേക്ക് നമ്മൾ പോകരുത്. അതുപോലെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നെക്കും കൂടി കവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡർ വെച്ചിട്ട് നല്ലോണം അതൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യണേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡർ നമ്മൾ വെറ്റാക്കിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ വരുന്ന ഫൗണ്ടേഷൻ ബ്ലെൻഡർ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു മിനിമൽ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താലും അത് കഴിഞ്ഞ് ഒന്നുകൂടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാറുണ്ട്. ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ലാസ്റ്റ് ഒരു ബ്ലെൻഡിങ് എന്തായാലും ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യണം. നമ്മൾ ഓരോ സ്റ്റെപ്പിലും ബ്ലെൻഡ് ചെയ്യുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ മേക്കപ്പിലും അത്രത്തോളം ഫിനിഷിങ് വരും. ഇപ്പോൾ നോർമലി നമ്മളെല്ലാം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ നമ്മളൊരു 2-3 സ്റ്റെപ്പ് കൂടുതൽ ബ്ലെൻഡ് ചെയ്താലും നമുക്ക് ആ ഫിനിഷിങ് കൂടുതൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ഫേസിൻ്റെ കൺസീലർ തന്നെ, അതായത് ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബീച്ച് എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഒരു T സോണിലും പിന്നെ അണ്ടർ ഐയിലും ചീക്കിൻ്റെ താഴെയാണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസ്. നമ്മളിപ്പോൾ T സോണിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് അടുത്ത പോർഷനിൽ ഇടുക. ഓരോ സ്റ്റെപ്പിലും അത് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് നന്നായിട്ട് സ്കിന്നിലേക്ക് ഇറക്കുക കേട്ടോ. ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലവർ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തന്നെ അവർ കോണ്ടൂർ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ട് കോണ്ടൂർ ചെയ്യുന്നവരുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം കോണ്ടൂർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പൗഡർ ഇട്ട് ഫിക്സ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ 2 ടൈപ്പ് പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്ട് പൗഡേഴ്സും ട്രാൻസ്ലൂസൻറ്റ് പൗഡേഴ്സും. ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെയാണ്. പിന്നെ കോമ്പാക്ട് യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കണ മാക്കിൻ്റെ കോമ്പാക്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് ബ്രഷിലെടുത്തിട്ട് ഫുൾ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആളുടെ നോർമൽ സ്കിൻ ആയതുകൊണ്ട് ഒത്തിരി പൗഡർ ഫിക്സിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അണ്ടർ ഐ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബേസിൽ പാച്ചസ് വരാതിരിക്കാനാണ് ഈ കോർണർ പഫ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അണ്ടർ ഐയിൽ ഡാർക്ക് ബ്ലാക്ക് അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന, ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, സ്കിൻ കളർ. അതാവുമ്പോൾ നമ്മുടെ ഐസ് കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ഡാർക്കർ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഐസ് കുറച്ചുകൂടെ കുഞ്ഞിതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നല്ല ബിഗ് ഐസ് ആയിട്ടുള്ളവർക്ക് നല്ലോണം നല്ലോണം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് സ്മോൾ ഐസ് ആവും കേട്ടോ. അപ്പം നമ്മൾ ന്യൂഡ് കാജൽ എഴുതി കഴിഞ്ഞിട്ട് അടിയിലൊന്ന് ലൈറ്റായിട്ടൊരു പിങ്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പിങ്ക് ഷാഡോ.
ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞ മസ്കാരയാണ്. ഡ്രഗ് സ്റ്റോർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, പക്ഷെ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ലിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ കിറോ ബ്യൂട്ടിയുടെ നട്ട്മക് ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഒരു ന്യൂഡിഷ് ബ്രൗൺ ഷെയ്ഡാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണർക്ക് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ബ്ലഷ് ഞാൻ ഇട്ട് കൊടുത്തത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ന്യൂഡ് 6ൻ്റെ ബ്ലഷാണ് കേട്ടോ ഇട്ടത്. ഇതിപ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചു. ഇപ്പോൾ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണ്. കെവിൻ അക്കോയിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു പണി കിട്ടി. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് ശ്രദ്ധിച്ചിരുന്നില്ല. ഇതൊക്കെ എടുക്കുന്നത് ബ്രൈഡിൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ മിസ്സായിപ്പോയി. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി വരും വീഡിയോസിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങിൽ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.